കേരളത്തിൽ കഴിഞ്ഞ ദിവസം വളരെയധികം വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ് തട്ടമിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി സ്കൂളിൽ പോകാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പം അത് പറ്റില്ല എന്ന് മാനേജ്മെൻറ്റും പി ടി എയും പ്രിൻസിപ്പളും ഒക്കെ പറയുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നു, വീണ്ടും അത് വിവാദങ്ങളാകുന്നു. അത് വലിയ രൂപത്തിൽ ചർച്ചയായി വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇടപെടുകയും രാഷ്ട്രീയ പ്രശ്നമായി അടക്കം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ ഏതായാലും ആ വിഷയത്തിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ പാടില്ല, അതായത് തട്ടമിട്ടുകൊണ്ട് സ്കൂളിൽ പോകണമെന്ന വാദം തന്നെ പാടില്ല. വിദ്യാലയങ്ങളിൽ എന്തിനാണ് മതം, അതുപോലെ തന്നെ മതമാണോ വിദ്യാഭ്യാസത്തേക്കാൾ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ കപട പുരോഗമനം പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ കണ്ടു. ഈ അരുൺകുമാറിനെ, ഈ റിപ്പോർട്ടർ ടി വിയിലുള്ള അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോഴാണ് ഓരോരുത്തരുടെയും തനി നിറം നമുക്ക് മനസ്സിലാവുക. റിപ്പോർട്ടർ ടി വിയിലുള്ള അരുൺകുമാർ ഏതുവരെയും ചോദിച്ചാൽ ആ പെൺകുട്ടിയുടെ പിതാവിനെ അദ്ദേഹം ഒരു മതഭ്രാന്തനാണ്, വിദ്യാഭ്യാസത്തേക്കാൾ പിന്നെ ഈ പറഞ്ഞ മതത്തിന് പ്രാധാന്യം നൽകുന്നവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള രൂപത്തിലേക്ക് വരെ തുടക്കത്തിൽ കേട്ടോ. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പിന്നെ വേറെ നിലപാടെടുത്ത് പുരോഗമന സർക്കിളുകളിലൊക്കെ കുറച്ചും കൂടി ഈ ഹിജാബിന് അനുകൂലമായിട്ടാണ് അഭിപ്രായങ്ങൾ വരുന്നതെന്ന് കണ്ടപ്പോൾ പിന്നെ ചാടി ആ ഒരു വിഷയം മാറ്റി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടൊക്കെ മാറ്റി എന്നുള്ളത് നല്ല കാര്യം, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടു. പക്ഷേ ഏതായാലും അങ്ങനെയാണ് ചില ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, മതം എന്തിനാണ് വെറുതെ ഓരോ കാര്യങ്ങൾ, മതസ്വാതന്ത്ര്യമൊന്നുമില്ല എന്ന രൂപത്തിൽ നിലപാടെടുത്ത ചില ആളുകളെ കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ ഇതിനെ വർഗീയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയ ആളുകളുണ്ട്. വേറെ ചില ആളുകൾ വളരെ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ശരി, നിങ്ങൾ തട്ടമിടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ആ സ്വാതന്ത്ര്യം വകവെച്ച് നൽകുന്നത് തന്നെയാണ് നല്ലൊരു കാര്യം. പക്ഷേ എന്തിനാണ് തട്ടമിടാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്കൂളിൽ പോകുന്നത്? അത് അവരുടെ ബൈലോയിൽ അങ്ങനെയാണെങ്കിൽ, ഒന്നാമത് ഈ സ്കൂളിലെ ബൈലോയിൽ അങ്ങനെ തട്ടിടരുതെന്നൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ അവരുടെ ബൈലോയിൽ അങ്ങനെയാണെങ്കിൽ, അവർക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവരങ്ങനെ സ്കൂൾ നടത്തിക്കോട്ടെ. നിങ്ങളെന്തിനാണ് അവിടെ പോയി പഠിക്കാൻ നിൽക്കുന്നത്? വേറെയും ഒരുപാട് സ്കൂളുകളുണ്ടല്ലോ, വേറെയും സർക്കാർ സ്കൂളുകളുണ്ട് ഇത് അനുവദിക്കുന്ന, അല്ലെങ്കിൽ അഥവാ സഹിഷ്ണുതയോടുകൂടി മറ്റ് ആചാരങ്ങളെയും മറ്റ് രീതികളെയും അടക്കം സഹിഷ്ണുതയോടുകൂടി എടുക്കുന്ന സ്കൂളുകൾ എമ്പാടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ സ്കൂളുകളിലൊക്കെ പോയി പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ മാധ്യമങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ വളരെയധികം ഉയർന്നു കേട്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ ഈ ചാനലുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു കേട്ട ഈ ഒരു ചോദ്യം ചില ആളുകളെങ്കിലും അത് പിന്നെ വളരെ ഗൗരവത്തോടുകൂടി എടുത്തു. കാരണം മുസ്ലിം സമുദായം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരു അവകാശ നിഷേധത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ അവകാശ നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രശ്നം ഉന്നയിക്കുകയാണ്. ഇതാ ചില സ്കൂളുകളിൽ, അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ ഞങ്ങൾക്ക് ഭരണഘടനാപരമായി തന്നെയുള്ള വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ള ഒരു കേസ് അവിടെ ഉയർത്തുകയാണ്. ആ കേസ് അവിടെ ഉയർത്തിയപ്പോൾ തിരിച്ചുള്ള ചോദ്യം, എന്തിനാണ് അവിടെ തന്നെ പോകുന്നത്? അവർ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകാതിരുന്നാൽ പോരെ. ഇവിടെ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കാത്ത സഹിഷ്ണുതയുള്ള ഒരുപാട് മാനേജ്മെൻറ്റുകളുണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളുണ്ടല്ലോ, അവിടെ പോയാൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം അത് ഗൗരവത്തിലെടുത്തിട്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഈ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നൊന്നും കണക്കെടുത്ത് കളയാം എന്ന് വിചാരിച്ച് അതാണ് ചില ആളുകൾ എന്ത് ചെയ്തു, അങ്ങനെയുള്ള ഒരു ലിസ്റ്റിങ്ങും അങ്ങനെയുള്ളൊരു ഗൂഗിൾ ഫോമൊക്കെ വിതരണം ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഈ വിശ്വാസ സ്വാതന്ത്ര്യം ഇല്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന മാനേജ്മെൻറ്റുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് എടുക്കാം. എന്നാൽ പിന്നെ എന്താ, ഈ ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ ഉപദേശം പോലെ തന്നെ അവിടെ നമുക്ക് പോകാതിരിക്കാം. അവിടെ പോകാതെ നമുക്ക് പിന്നെ വിശ്വാസ സ്വാതന്ത്ര്യമുള്ള സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ കാണുന്ന, മറ്റുള്ളവരെ അടക്കം ഉൾക്കൊള്ളുന്ന സ്കൂളുകളുണ്ടെങ്കിൽ അവിടേക്ക് പോയാൽ മതിയല്ലോ എന്ന ചിന്തയിലായിരിക്കാം അങ്ങനെയുള്ള കണക്കെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കണക്കെടുത്തപ്പോൾ ഇത്രയും നേരം ചോദിച്ചെന്തായിരുന്നു, നിങ്ങൾ എന്തിനാണ് അങ്ങനെയുള്ള സ്കൂളിൽ പോകുന്നത്? ഇവിടെ ഒരുപാട് സ്കൂളുണ്ടല്ലോ, അവിടേക്കൊക്കെ പോയാൽ പോരെ, എന്നാൽ പിന്നെ അവിടെ പോയി കളയാമെന്നുള്ളവർക്ക് ഇങ്ങനെ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ അതായി പ്രശ്നം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾ ഇതിങ്ങനെ കത്തിച്ച് നിർത്തിക്കൊണ്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെ, വർഗീയമായി തന്നെ അതിങ്ങനെ നിരന്തരം അത് ചർച്ച ചെയ്ത് അതിൻ്റെ പലതരത്തിൽ പിന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മോശമാക്കുക എന്ന രൂപത്തിലുള്ള ഒരു അജണ്ടയോടുകൂടി തന്നെ എന്ന് തോന്നുന്ന രൂപത്തിലാണ് അത്തരം ചാനലുകളൊക്കെ ഈ വിഷയങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ തന്നെ അത്തരം ഒരു വിഷയം വന്നപ്പോൾ അതായി പ്രശ്നം. കാരണം ഇങ്ങനൊരു കണക്കെടുക്കാൻ പാടുണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞത് കണക്കെടുത്തുകൊണ്ട്, അതായത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പോകാതെ വേറെ സ്കൂളിൽ പോയാൽ മതിയെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു. ഇത്രയും നേരം മുസ്ലിങ്ങളെ ഉപദേശിക്കായിരുന്നു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പോകുന്നത്, അവിടെ പോയിട്ട് പ്രശ്നമാക്കുന്നതിന് പകരം മറ്റു സ്കൂളിൽ പോയാൽ പോലെ എന്നുള്ള ഉപദേശമായിരുന്നു. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെയുള്ള സ്കൂളുകൾ നമ്മൾ മനസ്സിലാക്കി അതിന് മാറി നിൽക്കാം, അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ള നിലക്കുള്ള ഒരു ചർച്ചയൊക്കെ നടത്താം എന്നുള്ള നിലക്കായിരിക്കാം അങ്ങനെയുള്ള ഒരു കണക്ക് ചില ആളുകൾ എടുത്തത്. അതിനെക്കുറിച്ച് അതായി പ്രശ്നം. മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള രസകരമായ ചില രംഗങ്ങളിലേക്ക് പോകാം. അങ്ങനെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യവും അതിനുള്ള മറുപടിയും നിങ്ങൾ ആദ്യം കേൾക്കുക. സത്താർ പന്തല്ലൂർ കൂടി ടെലിഫോണിലായിട്ടുണ്ട്. സത്താർ പന്തല്ലൂർ, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ സമസ്ത നേരിട്ടല്ല എങ്കിൽ പോലും
സമസ്തയുടെ പോഷക സംഘടനകൾ വഴി ഇങ്ങനെയൊരു കണക്കെടുപ്പ് നടത്തുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയത്തെ വഷളാക്കാനാണോ ഉപകരിക്കുക അതോ പരിഹരിക്കാനാണോ? അതെങ്ങനെ വഷളാവുക? കാരണം പൊതുസമൂഹം ഇങ്ങനെ മുസ്ലിങ്ങളെ ഉപദേശിക്കായിരുന്നു, നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്, അല്ലാത്ത സ്കൂളുകളുണ്ടല്ലോ, അപ്പോൾ ഹിജാബ് ധരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്കൂളുകളിൽ നിന്ന് മാറി നിന്നാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ പോയി പഠിപ്പിച്ചാൽ പോരെ എന്ന് ഇങ്ങനെ ഉപദേശിക്കായിരുന്നു. എന്നാൽ പിന്നെ ശരി, അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്തതാണ്, അപ്പോൾ അതായി പ്രശ്നം. അത് സാഹചര്യം വഷളാക്കൂല എന്നൊക്കെയായിരുന്നു ചോദ്യം. അപ്പോൾ ഏതായാലും അതിനുള്ള മറുപടി കേൾക്കാം. വഷളാക്കേണ്ട വിഷയമല്ലല്ലോ. നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കണക്കെടുപ്പാണ്. അത് കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായി. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതിന്റെ മറ്റു ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ എന്താണ് ഈ വിഷയത്തിൽ ഒരു ഗുണം ചെയ്യുക എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, ഇത് പലപ്പോഴും നമ്മുടെ നാട്ടില് അസ്വാരസ്യം ഉണ്ടാക്കുന്ന, പരസ്പരം ഉള്ള സൗഹാർദ്ദം തകർക്കുന്ന, മറ്റു പല വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. പലപ്പോഴും ഇത്തരം സംഗതികൾ ഉയർന്നു വരാറുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം. അപ്പൊ അത് ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സമവായമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുമായി നേരിട്ട് സംസാരിക്കും സമസ്ത, അത് മുൻകൈ എടുക്കുമെന്നാണ് അല്ലെ? അല്ല, സമസ്ത എന്നുള്ള ആൾക്കല്ല. ഞാൻ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ വ്യക്തിപരമായി ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു, അവര് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഒരിക്കലും ഈ പ്രശ്നം ജോസഫ് ടെലിഫോണിലായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് അതാണല്ലോ ചെയ്യേണ്ടത്. കാരണം ഇത്രയും നേരം ഉപദേശിച്ചതായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിങ്ങനെ ഒരു അസഹിഷ്ണുത ഉണ്ടെങ്കിൽ അതാണ് പ്രശ്നവൽക്കരിക്കേണ്ടത് ഒന്നാമതായി. അതായത് ഏതെങ്കിലും സ്കൂളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ തട്ടമിട്ട് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മറ്റുള്ള സ്കൂളുകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കല്ല. ആ പാടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അത് ശരിയല്ലല്ലോ. ഒരു ഇവിടെയുള്ള ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. പലർക്കും പല കൾച്ചർ ഉണ്ടാവും, പല വേഷവിധാനങ്ങൾ ഉണ്ടാവും. അതിൽ യൂണിഫോമിനെ ബാധിക്കാത്ത രൂപത്തിൽ അവർ തലമറച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന് പകരം പലപ്പോഴും ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത് അതെന്തിനാണ് നിങ്ങൾ അവിടെ പോകുന്നത് എന്നായിരുന്നു. ശരി, എന്നാൽ പിന്നെ അവിടെ പോകുന്നില്ല, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ അതും പ്രശ്നമാക്കാൻ ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വർഗീയമായിട്ടൊന്ന് അളക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് പിന്നെ ഇവിടെ സംസാരിച്ച വ്യക്തി തന്നെ അവിടെ പറഞ്ഞു അത് ഇന്നതാണ് ഉദ്ദേശ്യം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് അവസ്ഥ, ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇതാണോ നല്ലത് എന്ന രൂപത്തിൽ ചോദിച്ച് നമുക്കൊന്ന് പോളറൈസേഷൻ ഉണ്ടാക്കാനൊക്കെ പറ്റുമോ എന്നുള്ളതാണോ എന്നറിയില്ല. അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിന് കിട്ടുന്നൊരു മറുപടി കൂടി നിങ്ങൾ കേൾക്കുക. ശ്രീ പി ജോസഫ് ടെലിഫോണിലായിട്ടുണ്ട്, കത്തോലിക്ക കോൺഗ്രസ്. ശ്രീ പി ജോസഫ്, സത്താർ പന്തല്ലൂർ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ സംസ്ഥയുടെ എല്ലാ വ്യക്തിപരമായ വിവരശേഖരണമാണ് എങ്കിൽ പോലും ഈ ഹിജാബ് ധരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ ഒരു വിവരശേഖരണം അത് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ പ്രശ്നത്തിന് അങ്ങനെയുള്ള സ്കൂളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് സ്വാഗതാർഹമല്ലേ? തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടെ കാണേണ്ടത്, ഇവർ ചിന്തിക്കേണ്ടതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളുടെ മാർപ്പാപ്പ പോലും റോമിൽ പോലും അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം അവിടെ വരുന്ന മുസ്ലിം സഹോദരങ്ങൾ കൊടുക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഇതിനൊക്കെ ഒരു വലിയ വൈഡ് വിഷയമാക്കി മാറ്റുന്നതല്ലേ. അപ്പോൾ വളരെ കൃത്യമായിട്ട് നല്ല മറുപടി തന്നെ കിട്ടി. അതായത് ഇത് ക്രിസ്ത്യൻ മുസ്ലിം വിഷയമൊന്നും ഇത് സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ടുള്ള ബാലപാഠങ്ങൾ പലർക്കും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളൊരു മുസ്ലിം കുട്ടി അവർ തട്ടയിട്ടു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യൂണിഫോം എന്നുള്ളതാണ് പറയുന്നത്. യൂണിഫോം ഇവിടെ കാലങ്ങളായിട്ട് യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ആ യൂണിഫോമിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ ഒരു കളർ പാറ്റേണോട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ചില സ്കൂളുകളിലൊക്കെ ഇന്ന കളറിൽ തന്നെ വേണമെന്നും പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തട്ടമിട്ടുകൊണ്ട് എല്ലാ കുട്ടികളും പോകാറുണ്ട്. അതൊക്കെ ആ കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെയുള്ള പൊതുസമൂഹം മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു സംസ്കാരമാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം.
നമ്മളെ നാടിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിശ്വാസത്തെ അടക്കം അല്ലെങ്കിൽ വിശ്വാസവും അവരുടെ ആചാരങ്ങളും അവരുടെ രീതികളെയും മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിയമപരമായിട്ട് അവർക്ക് അങ്ങനെ ആവാൻ സ്വാതന്ത്ര്യമുണ്ട്. ചില ആൾക്കാരൊക്കെ ചാനൽ ചർച്ചയിൽ അതാണ് പ്രധാനമായിട്ടും. പിന്നെന്താ പറയുക, സ്കൂളിന് നിർണ്ണയിക്കാൻ അധികാരമുണ്ടെന്ന് നിയമപരമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിയമങ്ങളുടെ ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മൗലിക അവകാശത്തെ റദ്ദ് ചെയ്യാൻ, അത് പിന്നെ യൂണിഫോമിൻ്റെ പേരിൽ റദ്ദ് ചെയ്യാനൊന്നും പറ്റുമോ എന്നുള്ളത് വേറൊരു വിഷയം. ആയിക്കോട്ടെ, ഇനി നിയമപരമായി ഒരാൾക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വന്നാൽ തന്നെ ആ അസഹിഷ്ണുത പ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മൾ പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഇത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു മുസ്ലിം മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റോ പറയുകയാണ് ഈ സ്കൂളിൽ പൊട്ട് തൊട്ടുകൊണ്ട് വരേണ്ടതില്ല, കാരണം കുട്ടികളൊക്കെ ഒരേ രൂപത്തിൽ വരുന്നതാണ് നല്ലത്, ചില കുട്ടികൾ മാത്രം അല്ലെങ്കിൽ ഹിന്ദു കുട്ടികൾ മാത്രം ചന്ദനക്കുറിയുമായി വന്നാൽ അത് പിന്നെ ഒരു വേർതിരിവിന് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ട് തൊടാതിരുന്നാൽ എന്തായിരിക്കും, പൊട്ട് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെ ഒരു ഹിന്ദു മാനേജ്മെൻറ്റോ മുസ്ലിം മാനേജ്മെൻറ്റോ പറയുകയാണ് നാളെ മുതൽ കുരിശുമാല ധരിച്ച് വരേണ്ടതില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അങ്ങനെ പല രൂപത്തിൽ ഇപ്പോൾ കന്യാസ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥികൾ പല സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ എൻട്രൻസ് സ്ഥാപനങ്ങളിലും പലയിടങ്ങളിലും അവരുടെ കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ വരാറുണ്ട്. അത് കംപ്ലീറ്റ്ലി യൂണിഫോം തന്നെ മാറ്റി വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ തട്ടയിടുക എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് പിന്നെ തലമറക്കുന്ന ആ ഒരു തുണി മാത്രമാണ് എക്സ്ട്രാ ഉണ്ടാവുക. ഇതെന്ന് വെച്ചാൽ മൊത്തത്തിൽ തന്നെ ആ സ്കൂളിൻ്റെ യൂണിഫോമിനോട് പൂർണ്ണമായും വിയോജിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അടക്കം വരാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട്, അതവിടെ നമ്മൾ സ്ട്രിക്ട്ലി നിയമപരമായി മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതടക്കം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കണം, അവരുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ പൊതുവെ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ശബരിമല സീസണിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ് ഇവിടെയുള്ള ഹൈന്ദവർ, അവരുടെ ശബരിമല എന്ന് പറഞ്ഞ സീസൺ എന്താണ്, ആ സമയത്തുള്ള വ്രതം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയത് എൻ്റെ കൂടെയുള്ള പിന്നെ ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു കുട്ടി, അവൻ ശബരിമല സീസണിൽ ഒന്നിലധികം കുട്ടികൾ ശബരിമല സീസണിൽ ഈ കറുത്ത ഷോളും അതുപോലെ തന്നെ തുണിയൊക്കെ ഇട്ട് വന്ന് അത് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ആ ഒരു വിശ്വാസവും അവരുടെ രീതിയൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങനെ ശബരിമല സീസണിൽ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വന്നു അല്ലെങ്കിൽ ഷോളിട്ട് വന്നു എന്നുള്ളത് എനിക്കത് അവിടെ ഒരു വേർതിരിവല്ല എനിക്ക് ഫീൽ ചെയ്തത്. മറിച്ച് എൻ്റെ ചുറ്റിലുള്ള ഹൈന്ദവരായ ആളുകളുടെ ആചാരം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ശബരിമല എന്ന് പറഞ്ഞ സംഭവം എന്താണ്, വ്രതം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്ലൂറലായിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ എനിക്ക് ചുറ്റുമുള്ള മറ്റൊരു കൾച്ചറിനെ മനസ്സിലാക്കാനുള്ളൊരു വഴിയായിട്ടാണ് എനിക്ക് ആ സംഭവം മാറിയിട്ടുള്ളത്. അവർ ശരിയാണ്, നമ്മൾ സ്ട്രിക്ട്ലി നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തുകൊണ്ട് യൂണിഫോം പാടില്ല അല്ലെങ്കിൽ യൂണിഫോമിന് വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. പക്ഷേ അതടക്കം ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറാണ് നമ്മുടേത്. അതടക്കം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആ സമയത്ത് അവർക്ക് അതാണ് കംഫേർട്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അങ്ങനെ നിൽക്കാനാണ് അവർക്ക് ഇഷ്ടം. അത് ചെറിയ രൂപത്തിൽ നമ്മളെന്ത് ചെയ്യും, പിന്നെ യൂണിഫോമിൻ്റെ പിന്നെ സാങ്കേതികതകൾ പറഞ്ഞുകൊണ്ട് അത് പ്രശ്നമാക്കുന്നതിന് പകരം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ സൊസൈറ്റി അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനൊക്കെ വിരുദ്ധമായി കൊണ്ട് ചില ആളുകൾ ബൈലോ ഇറക്കുകയാണ്, അത് പറ്റൂല ഇത് പറ്റൂല ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ബൈലോ ആണ് പ്രശ്നം, അല്ലാതെ ഇത് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളല്ല പ്രശ്നം. ഇവിടെയാണ് ഈ പിന്നെ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ ആ നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ബൈലോ അങ്ങനെയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് ചോദിക്കുന്നതിന് പകരം ആ അസഹിഷ്ണുതയെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പങ്കെടുത്ത ഈ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ തന്നെയുള്ള ചർച്ചയിൽ ഞാൻ തിരിച്ച് ആ ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങളിങ്ങനെ ബൈലോ എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ബൈലോ തിരിച്ചിറക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ള ചോദ്യം. അതിന് നമ്മുടെ ചാനലടക്കം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പ്രതികരിച്ച കാര്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. ആ ഭാഗം ഒന്നുകൂടി ഒന്ന് കണ്ടു. ഒറ്റ ചോദ്യം, ഇത് ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നു, അതാണ് നിങ്ങൾ അഡ്രസ് ചെയ്തെങ്കിൽ ഓക്കെ. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളിൽ വന്നത് SDPIയുടെ ഭാരവാഹികളാണ്, ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു, വീഡിയോ പുറത്തുവിടുന്നു. ഇത് രാഷ്ട്രീയവൽക്കരണമോ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു മുതലെടുപ്പോ ഇതിനകത്ത്? ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊരു കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നെങ്കിൽ ഓക്കെ എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് കുട്ടിയുടെ അവകാശ പോരാട്ടം ആയിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു, പിന്നെ അതിൽ SDPI പിന്നെ ഇടപെട്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയാണ് ഞാൻ ചോദിച്ചത്, ശരി, ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നെങ്കിൽ ഓക്കെ ആണോ ശരിക്കും? ഈ പറയുന്ന ആളുകൾ, ഇതിനെ എതിർത്തുകൊണ്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തുന്ന ആളുകൾക്ക് ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമാണെങ്കിൽ ഓക്കെ ആണോ? അല്ല. അവരിപ്പം വെറുതെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്ന വാചകമാണിത്. ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമാണെങ്കിലും ഇവർ അതിന്റെ കൂടെ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പോയിന്റ് ചെയ്ത് ചോദിച്ചത്. ഇതൊരു സ്കൂൾ കുട്ടിയുടെ വിഷയം മാത്രമായിട്ടാണോ ഇത് പുറത്തേക്ക് വന്നത്? ഇതിന് അപ്പുറത്തേക്ക് ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു സ്ഥാപിത താല്പര്യം ഇതിനകത്തുണ്ടായില്ലേ?
അതെ അതെ അതില് അപർണയോട് പറയാനുള്ളത് അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടാവാം. മുതലെടുപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് അപർണയോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യമുണ്ടെങ്കിൽ അപർണ ആരുടെ കൂടെയാണ്? നോക്കൂ, സ്കൂൾ യൂണിഫോമിന്റെ ബൈലോയാണ് നിങ്ങൾ അനുസരിക്കേണ്ടതെങ്കിൽ അല്ല എനിക്ക് കണ്ടോ? അപ്പം കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് വെറുതെ ഇല്ല. കുട്ടിയുടെ അവകാശ പോരാട്ടമാണെങ്കിൽ ഇവർ കൂടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്തരക്കാരായ ആളുകൾ അത് വെറുതെ പറയുന്ന വാചകമാണ്. അത് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിച്ചത്. എന്നിട്ട് ബാക്കി പിന്നെ ബൈലോയിലേക്ക് പോകണ്ടേ? അല്ല ഞങ്ങൾ ഓക്കെ അതുള്ള ശരി, അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചോട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ്. അതൊരു റിട്ടേൺ ബൈലോ അല്ല, അതൊരു അൺറിട്ടേൺ ബൈലോയാണ്. പക്ഷേ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ, നിങ്ങൾ പട്ടാളത്തിന്റെ ഭാഗമാകുമ്പോൾ, നിങ്ങൾ ഒരു മിലിറ്ററിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ടത് ആ ബൈലോയാണ്. മതാചാരത്തെക്കാൾ മതേതരത്വം മുന്നിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതായത് ഇനി ഞാൻ ചോദിക്കുന്നത്, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ കുരിശുമാല ധരിക്കരുത് അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അപ്പം ബൈലോ ഇറക്കിയാൽ അത് അനുസരിക്കണം എന്ന ഒരു ലോജിക്കാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ച് തരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞൊരു ന്യായമാണെന്ത് ബൈലോ 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 ബൈലോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ഇങ്ങനൊരു ബൈലോ ഇറക്കിയാൽ എങ്ങനെയുണ്ടാവും? ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ പൊട്ട് അല്ലെങ്കിൽ ചന്ദ്രൻകുറി തുടരരുത്, അല്ലെങ്കിൽ കന്യാസ്ത്രീകളായ വിദ്യാർത്ഥിനികൾ അവരങ്ങനെ വരാൻ പാടില്ല, അല്ലെങ്കിൽ ശബരിമല സീസണിൽ അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളൊരു ബൈലോ ഇറക്കിയാൽ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേൾക്കുന്ന ഏത് മതസ്ഥരായ ആളുകളാണ് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ ഏത് പക്ഷത്തായിരിക്കും? ശരി, നിയമപരമായിട്ട് അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ എന്നാലും അത് ശരിയായില്ല അല്ലേ? അത് ശരിയായില്ല. കാരണം അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സൊസൈറ്റി അല്ലേ വേണ്ടത്? അതല്ലേ നല്ലൊരു സൊസൈറ്റി? എല്ലാവരുടെയും വിശ്വാസങ്ങൾ പലതായിരിക്കാം, അതിനോട് നമുക്ക് യോജിപ്പുണ്ടാവും, വിയോജിപ്പുണ്ടാവാം. തട്ടം ഇടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം, കുറി തൊടുന്നതിനെക്കുറിച്ച് വിയോജിപ്പുകൾ ഉണ്ടാവാം, കുരിശുമാലയെക്കുറിച്ച് വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നവരും ഉണ്ട്. അവരെ അടക്കം ഉൾക്കൊള്ളുന്നൊരു സൊസൈറ്റി അല്ലേ വേണ്ടത് എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇവിടെ ഒരു മുസ്ലിങ്ങൾ ഒരു ആവശ്യം ഉന്നയിച്ചതായതുകൊണ്ട് അതിൽ നേരെ ബൈലോ അങ്ങനെ ഇങ്ങനെ. ഇതേ സമയത്ത് ഒരു മുസ്ലിം മാനേജ്മെൻറ്റാണ് ഇങ്ങനെ വല്ല അവകാശ നിഷേധവും നടത്തിയതെന്നുണ്ടെങ്കിൽ അവിടെ ഇതായിരിക്കില്ല ചർച്ച. അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ മറ്റുള്ളവരുടെ അവകാശങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വലിയ അവകാശ നിഷേധത്തിനെക്കുറിച്ചുള്ള ഉപന്യാസങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് വളരെ കൃത്യമായിട്ട് ആ ചോദ്യം വീണ്ടും പിൻ പോയിന്റ് ചെയ്തിട്ടും ഉത്തരം കിട്ടുന്നില്ല. കാരണം എന്താ? അത് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ഇരട്ടത്താപ്പിലൂടെയൊക്കെ നമ്മൾ പോകേണ്ട എന്താ ആവശ്യമുള്ളത് അല്ലേ? ഈ ഹിജാബ് വിഷയമൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്വയം ആലോചിക്കേണ്ട ഒരു വിഷയം അതാണ്. ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ തരത്തിലുള്ള കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു സ്കൂളിലെ വിഷയമായിട്ട് കണക്കാക്കുന്നില്ല. അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്ന ചോദിച്ചത്? അത് നല്ല സാമൂഹ്യ സാഹചര്യമാണോ? ഒരു മുസ്ലിം മാനേജ്മെന്റ് ബൈലോ ഇറക്കുകയാണ്, ചന്ദനക്കുറി തൊട്ട് വരരുത്, അത് മതത്തിൻ്റെതാണ്, അല്ലെങ്കിൽ എന്താ പറയാ ശബരിമലക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചു വരരുത്, അതൊരു മതത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബൈലോ. അപ്പം വളരെ കൃത്യമായ ആ ചോദ്യത്തിന് പിന്നീട് ഏത് രൂപത്തിലാണ് എങ്ങനെ ഒരു നിലക്കും എനിക്ക് വേണ്ടി രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്ന പറഞ്ഞുകൊണ്ട് വേറൊരു വെറുപ്പുൽപാദകനെ വിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പോലും ശ്രമിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരുപക്ഷെ നിയമത്തിൻ്റെ സാങ്കേതികതകൾ പറഞ്ഞുകൊണ്ട് ബൈലോ അങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ചർച്ച നടത്താനൊക്കെ പറ്റും. പക്ഷേ ഒറ്റ കാര്യം ആലോചിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ യൂണിഫോമേ വേണ്ട എന്നുള്ളതൊന്നല്ല. അത് വേണോ വേണ്ട എന്നുള്ളതൊക്കെ വേറെ ചർച്ചകൾ നടത്തിക്കോളൂ. പക്ഷേ വളരെ സ്വാഭാവികമായി ഇത്രയും കാലം ഇവിടെ ഉള്ള മുസ്ലിം കുട്ടികൾ, ഇവിടെയുള്ള 99% സ്കൂളുകളിലും തട്ടമിട്ടുകൊണ്ട് തന്നെയാണ് പോയത്. ചന്ദനക്കുറി തൊട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ശബരിമല സീസണിൽ കുറച്ച് ദിവസം ഒന്ന് കറുത്ത ഷോൾ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ തുണി ഇട്ടത് കൊണ്ടോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ കുരിശുമാല ധരിച്ച് വന്നതുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. ഏതാനും കുറച്ച് ഈ കന്യാസ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥിനികളോ അല്ലെങ്കിൽ അവരുടെ സർക്കാർ സേവനങ്ങളിൽ പോലും യൂണിഫോം വേണ്ട സ്ഥലത്ത് പോലും അവരുടെ വസ്ത്രം ധരിച്ചു വന്നതുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. കാരണം പൊതുവേ ഒരു യൂണിഫോം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആ കാര്യങ്ങളടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് പറയുമ്പോൾ അത്തരം ഒരു സാമൂഹ്യ സാഹചര്യമാണ് വേണ്ടത്, ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഈ വിഷയത്തിൽ അത് അങ്ങനെ കാര്യമായിട്ട് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സാങ്കേതികതകൾ നമുക്ക് പറയാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിലായിരിക്കണം നമ്മുടെ കുട്ടികൾ വളരേണ്ടത്. അത് സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
മറ്റുള്ള ഒരു കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അതിനൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഒരു തട്ടമിട്ട് ഒരു കുട്ടി വന്നാൽ അത് മറ്റുള്ളവർക്ക് പേടിയാകും, ഭീതി ജനിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ വളരുന്ന കുട്ടി അവർ സ്കൂളിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും, മാനസികാവസ്ഥ എന്തായിരിക്കും, അവരേത് കൾച്ചറിലൂടെ ആയിരിക്കും വരിക? ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിലേക്കല്ലേ അവർ പുറത്തിറങ്ങുന്നത്. അവർ പുറത്തിറങ്ങുന്ന സൊസൈറ്റിയിൽ തട്ടമിട്ടവരുണ്ടാകും, കുറിതൊട്ടവരുണ്ടാകും, കുരിശുമാല ധരിച്ചവരുണ്ടാകും, ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലേക്ക് ഇവർക്ക് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുക? അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ അത്രയും പിന്നെ എന്താ പറയുക, വെറുപ്പും വിദ്വേഷവും അടങ്ങുന്ന മനസ്സിൻ്റെ ഉടമകളായിട്ടായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക. വലിയ പ്രശ്നമാണത് ഉണ്ടാക്കുക. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി സമൂഹം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. ഇത് കേവലം ഒരു തട്ടമിട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചിയിലുള്ള ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം അവസാനിക്കേണ്ടുന്ന ഒരു വിഷയമല്ല. മറിച്ച് നമ്മളെല്ലാവരും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട്, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, പരസ്പരം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം അവൻ സ്വീകരിക്കുക, അവൻ്റെ ആശയം ഞാൻ സ്വീകരിക്കുക, അതല്ല. ഇവിടെയുള്ള മുസ്ലിം കുട്ടി തട്ടിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾക്കൊള്ളുക എന്നുള്ളതിൻ്റെ അർത്ഥം ഹിന്ദു കുട്ടിയും തട്ടിടുക എന്നുള്ളതല്ല. ഹിന്ദുവിൻ്റെ വിശ്വാസവുമായിട്ടോ അവൻ്റെ കൾച്ചറുമായിട്ടോ ബന്ധമില്ലാത്തൊരു കാര്യം ഹിന്ദു കുട്ടി ചെയ്യേണ്ട കാര്യമില്ല. ഒരു മുസ്ലിം കുട്ടി കുരിശുമാല ധരിക്കേണ്ട കാര്യമില്ല, കുരിശു വരക്കേണ്ട കാര്യമില്ല. അവരവരുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് വിഘാതമാകുന്ന ബൈലോകളുണ്ടെങ്കിൽ, അതിന് വിഘാതമാകുന്ന സ്കൂൾ മാനേജ്മെൻറ്റുകളുണ്ടെങ്കിൽ അതിനെ പൊതുസമൂഹം ഇടപെട്ടുകൊണ്ട് തിരുത്തിക്കാനാണ് ഇത്തരം വിവാദങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത്. അതിന് ആ രൂപത്തിൽ പൊതുസമൂഹം തന്നെ അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായൊരു അവസ്ഥ തന്നെയാണുള്ളത്. അത് നമ്മൾ എല്ലാ വിഷയത്തിലും അതായത് ഒരു മതപരമായ ഒരു വിഷയത്തിൽ ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്നറിഞ്ഞാൽ അതിനെ പരിഗണിക്കുക. ഒരു കാര്യത്തോട് വിയോജിപ്പുണ്ട് എന്നറിഞ്ഞാൽ ആയിക്കോട്ടെ, അവൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ടല്ലേ, അതിന്നും വിട്ടുനിന്നോട്ടെ. ഇപ്പോൾ സൂംബ വിഷയമൊക്കെ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ സൂംബയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ അതിനോട് ആ നിലക്ക് സഹകരിക്കാൻ വിയോജിപ്പുള്ളവരെ അത് നിർബന്ധിക്കേണ്ടതില്ല. അത് നിർബന്ധമായും വേണമെന്ന് പറഞ്ഞിട്ട് സർക്കുലർ ഇറക്കല്ല വേണ്ടത്. വിയോജിപ്പുള്ളവർ അതിൽ നിന്ന് വിട്ടുനിന്നോട്ടെ. താല്പര്യമുള്ളവർ നിർബന്ധമായിട്ടും പിന്നെ അത് ചെയ്തിരിക്കണം, താല്പര്യമില്ലാത്തവരടക്കം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാതിരിക്കുക. ഒന്നിൻ്റെ പേരിലും നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യാത്ത അവസ്ഥ, എല്ലാവരുടെയും വിശ്വാസങ്ങളും അതുപോലെ തന്നെ സംസ്കാരവും അല്ലെങ്കിൽ കൾച്ചറുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും കാലം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചില ബൈലോകൾ ഇറക്കിക്കൊണ്ട് ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ അസഹിഷ്ണുക്കളാകുന്നുണ്ടെങ്കിൽ അതിനെ സമൂഹം വളരെ ഗൗരവത്തോടു കൂടി ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ആ വിഷയങ്ങളിൽ സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുപോകുന്ന ചർച്ചകളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം. അത് നമ്മുടെ ചാനലിൽ അടുത്ത ദിവസങ്ങളിൽ വരും. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.